പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിനറിയാം കള്ളനാണയങ്ങൾ ഏതാണ് ശരിയാണ്. ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എൻ്റെ വിശ്വാസം. ഏതാണ്ട് പോളിംഗ് നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. ഉദ്ദേശിച്ച ഭാഗങ്ങളിലൊക്കെ നല്ല, പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല കനത്ത പോളിംഗ് ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 77% പോളിംഗ്, അത് ഇപ്രാവശ്യം മറികടന്ന് സാധ്യതയുണ്ടോ? അല്ല, അതിപ്പോൾ ഇനിയും കുറച്ച് 15 മിനിറ്റ് ഉണ്ട്. മാത്രമല്ല, മിക്ക ഏരിയയിലും ഈ 6 മണിക്ക് ശേഷം പോളിങ്ങിൻ്റെ സാധ്യതയുണ്ട്. വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് ഇത്തവണ ഉണ്ടായത്. അത് ഇത്തവണ പുതിയ മെത്തേഡാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ റൂള് കാരണം പലയിടത്തും നീണ്ട ക്യൂ, 3-4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി 6 മണിക്ക് തന്നെ പോളിംഗ് ബൂത്തിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി കൊടുക്കും. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ മിക്കവാറും ഒരു 7-8 മണി വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാലേ എൻ്റെ മൊത്തത്തിൽ, പക്ഷേ നല്ല ട്രെൻഡാണ്. ജനങ്ങൾ നന്നായിട്ട് ഈ കടുത്ത ചൂടിലും ജനങ്ങൾ നന്നായി വന്ന് വോട്ട് രേഖപ്പെടുത്തും. അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഭാവിയിൽ ചിന്തിക്കേണ്ടത്, ഇതേ ക്ലൈമറ്റിലായിരിക്കും ചിലപ്പോൾ അടുത്ത അസംബ്ലിയൊക്കെ വരിക. വോട്ടർമാർക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ ചിലർ പറഞ്ഞൊരു ഫാനെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫാന്, കുടിവെള്ളം തുടങ്ങി വോട്ടർമാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം എന്തായാലും വേണ്ടി വരും. എല്ലാ ഘടകങ്ങളും UDF അനുകൂലമാണ്. എല്ലാ വിഭാഗത്തിൻ്റെ അല്ല, എല്ലാ വിഭാഗങ്ങളും ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ ഏറ്റവും ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് UDF ആണെന്നൊരു ചിന്ത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു എന്താ പറയേണ്ടത്, ഒരു 2020 എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഇന്ന് കാലത്ത് വന്ന ന്യൂസുകൾ പോലും ഞാൻ പറഞ്ഞ അന്തർധാരയുടെ ഭാഗങ്ങളായിട്ടാണ്. EP ജയരാജനും ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച. അതിൽ ജയരാജൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യവും പാർട്ടീനെ അറിയിക്കണം എന്നില്ല. അപ്പോൾ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞ് നാറി, ആ കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ ഡീലിപ്പോൾ ജനത്തിന് കാലത്ത് തന്നെ ബോധ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും EP ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടും കൂടെ അന്തർധാര വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യമായി. മുഖ്യമന്ത്രിയും ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയാണ്. അതും ചിലപ്പോൾ നടത്തി കാണും. അപ്പോൾ കൂട്ടുപ്രതിനെയാണ് പിടിച്ചിട്ടുള്ളത്. മെയിൻ പ്രതി ബിഹൈൻഡ് ദ കർട്ടനാണ്. എന്താണെങ്കിലും ജയരാജൻ എന്ത് ചെയ്താലും അത് മുഖ്യമന്ത്രി അറിയാതെ ഈച്ച പോലും അനങ്ങില്ല CPM. അതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണ്. മുരളീധരൻ എന്ന നിലയ്ക്ക് താങ്കളെ സംബന്ധിച്ച്, താങ്കൾ തെക്ക് വടക്ക് മധ്യ കേരളത്തിലൊക്കെ മത്സരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കോൺഗ്രസിൽ ആ തരത്തിലും കൂടെ വന്നിട്ടുള്ളൊരു നേതാവാണ്. ഈ ഇലക്ഷനോടെ കഴിയുമ്പോൾ ആ തരത്തിൽ കേരളത്തിൽ ഒരു തലയെടുപ്പുള്ള നേതാവ് എന്ന നിലയിൽ മാറുമെന്ന് തോന്നുന്നു. അല്ല, അതല്ല, ദൈവം സാധിച്ചത് ജനങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ജനങ്ങൾ ഒരു പ്രയോറിറ്റി തരാറുണ്ട്. അതല്ലാതെ അത് എൻ്റെ കഴിവല്ല. ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ ഒരു അംഗീകാരം ജനങ്ങൾ തരാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും പാർട്ടി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു, അത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സംതൃപ്തി. പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സംഘടനയൊക്കെ ആ തരത്തിൽ റീബിൽഡ് ചെയ്യാനും ഒരു റിവാമ്പ് ചെയ്ത് മുമ്പോട്ട് പോകാനും ഈ ഒരു കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് താങ്കൾക്ക് കഴിഞ്ഞു എന്നുള്ളൊരു. അല്ല, പാർട്ടീനെ ഒറ്റക്കെട്ടായിട്ട് UDF ഒറ്റക്കെട്ടായിട്ട് നിന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഒരു അപശബ്ദവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് നടന്നു. തൃശ്ശൂരിലെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണവും പോളിംഗിൽ കൂടിയിട്ടുണ്ട്. ഉണ്ട്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം മൊത്തത്തിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സർക്കാരുകൾക്കെതിരായിരിക്കും. അവർ കുക്കിംഗ് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണല്ലോ. അവരൊരു കാരണവശാലും കേന്ദ്രത്തിന് പിന്നെ BJPക്ക് വോട്ട് ചെയ്യില്ല. കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസം ചില്ലറയല്ല. വിലക്കയറ്റം രൂക്ഷമായി. സർക്കാർ എന്താ പറയേണ്ടത്, മാവേലി സ്റ്റോറിൽ ചെന്ന സാധനം കിട്ടില്ല. അതിലേറെ കഷ്ടമാണ് മറ്റ് അനുബന്ധ സപ്ലൈകോൻ്റെ ഒക്കെ അവസ്ഥ. അതുകൊണ്ട് സ്ത്രീകൾ നന്നായിട്ട് വോട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം 2 പേർക്കും ഓരോ തട്ട് കിട്ടുന്നതാണ്. BJPക്കും കിട്ടും, CPMനും കിട്ടും. കഴിഞ്ഞ 1.5 മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തന ഇതായിരുന്നു. അപ്പോൾ അതിനൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. അതെ, അത് ഒരു വിജയത്തിലേക്ക് തന്നെ എത്തും. അത് നല്ലൊരു ആശ്വാസമായി. കാരണം 45 ദിവസം എല്ലാ സൂര്യതാവും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു. താങ്കളെ പറഞ്ഞത് ഒരു സഹോദരി എന്ന പരിഗണന ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ.
പ്രാർത്ഥന കേൾക്കുവോ? ദൈവത്തിന് അറിയാം കള്ളനാണയങ്ങൾ ഏതാണ് ശരിയാണ്. ദൈവത്തിനല്ല, ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എൻ്റെ വിശ്വാസം.